എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാത്തതായ പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് വിമുഖതയുണ്ട്. എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി തന്നെ കിട്ടണം എന്നില്ല. വീട്ടിലെ കാര്യങ്ങളിൽ നമുക്ക് അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടത്തോടെ ചെയ്യണം എന്ന് തോന്നാറില്ല. രാവിലെ എണീക്കാൻ ഒരു പക്ഷേ വിമുഖത ഉള്ളവർ, വീട്ടിലെന്തെങ്കിലും സഹായം ചെയ്യാൻ വിമുഖത ഉള്ളവർ, ഒരു വൈമനസ്യമുള്ളവർ, അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് കാര്യങ്ങൾ ചെയ്യാൻ വളരെയധികം അവിടെ ടെൻഷനും സ്ട്രെസ്സൊക്കെ ഉള്ളത്. കാരണം പ്രത്യേകിച്ച് ഇന്ന് ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് ധാരാളം ലോഡുണ്ട് ചെയ്യാൻ. അതൊരു സ്റ്റാഫ് ലീവും കൂടി കഴിഞ്ഞാൽ അവരുടെയും കൂടെ വർക്ക് ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഇതെല്ലാം പഴയതുപോലുള്ള വർക്കല്ലല്ലോ, ഒക്കെ നെറ്റ്വർക്കിംഗ് കണക്റ്റഡ് ആയതുകൊണ്ട് ഒരാൾക്ക് അവരുടെ ഇഷ്ടപ്രകാരം എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അവർ ഫോഴ്സിലാണ്. പലതും അവർ ചെയ്ത് തീർത്തേ പറ്റുള്ളൂ. അവരുടെ ഇഷ്ടത്തിനൊരു അക്കൗണ്ട് ക്ലോസ് ചെയ്യാനോ അവരിഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനോ പറ്റില്ല. അവർക്കൊരു സിസ്റ്റത്തിൻ്റെ കൂടെ പോയേ പറ്റില്ല. അപ്പം ആ സിസ്റ്റത്തിനനുസരിച്ച് മനസ്സ് കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറത്തായിരിക്കും അവർക്കുള്ള ലോഡ്. സാധാരണ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് ഒരുപക്ഷെ 10, 30, 40 പേഷ്യൻ്റ്, 50 പേഷ്യൻ്റ് ഉണ്ടായിരിക്കാം. ഇത് 200 പേഷ്യൻ്റൊക്കെയാണ് ഡെയിലി ഇതിൽ വരുന്ന OP വരുന്നതെങ്കിൽ അവിടെ ഇരിക്കുന്ന ഡോക്ടറുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അങ്ങനെ പലരും, ഞാൻ പറയണത് പല പ്രൊഫഷനുള്ളവരും പറ്റുന്നതിൽ അധികം ലോഡ് എടുക്കുന്നവരായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും ജോലിയിൽ വിരസതയും മടുപ്പും ഒക്കെ വരും. അത് ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കുന്നവർ വളരെ വിരളാണ്. കലാകാരന്മാരുണ്ടാവും, അവർക്ക് ലാവിഷ്ലി അവരുടെ സമയം ഉപയോഗിക്കാം, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വരയ്ക്കുക, പാട് എന്ത് വേണേൽ ചെയ്യാം. പക്ഷെ സാധാരണ ഒരു പ്രൊഫഷൻ ജോലി ചെയ്യുന്നവർക്ക് ടൈം ഷെഡ്യൂളുണ്ട്, അതിൻ്റെ ഉള്ളിൽ ചെയ്തു തീർക്കേണ്ടതുണ്ട്, വർക്ക് ലോഡുണ്ട്, പിന്നെ മറ്റുള്ളവരുമായിട്ടൊക്കെ ഉള്ള കണക്ഷൻസ്, അതായത് നെറ്റ് കണക്ഷൻ ഉള്ളത് കൊണ്ട് കോർ ബാങ്കിങ് എന്ന് പറഞ്ഞ പോലെ പലതും പരസ്പരം കണക്റ്റഡ് ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ലോഡ് അവർക്ക് എടുക്കേണ്ടതുണ്ട്. ഈ തരത്തിലൊക്കെ ഉള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ ഈ വർക്കിനെ വളരെ ഒരു ലൈറ്റ് മൈൻഡോട് കൂടിയിട്ട് വളരെ റിലാക്സ് ആയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കാൻ സാധിക്കും? അതിനുള്ളൊരു ടെക്നിക്കാണ് കൃഷ്ണൻ പറഞ്ഞത്. പുറത്ത് വർക്ക് ലോഡ് ഉണ്ടെങ്കിലും അകത്ത് ആ വർക്ക് ലോഡ് എഫക്റ്റ് ചെയ്യാത്ത വിധത്തിൽ പുറത്ത് വർക്ക് ലോഡ് ഉണ്ടെങ്കിലും അകത്തത് എഫക്റ്റ് ചെയ്യാത്ത വിധത്തിൽ അതെങ്ങനെ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കും? അതാണ് ഭഗവാൻ കൃഷ്ണൻ നമുക്ക് പറഞ്ഞിരുന്ന ടെക്നിക്ക്. അതിനാദ്യം നാം അറിയേണ്ടത് വർക്ക് ലോഡിൻ്റെ തീവ്രത കൂട്ടുന്നതും കുറയ്ക്കുന്നതും മനയേവ കാരണം മനുഷ്യാണ്. മനസ്സ് തന്നെയാണ് കാരണം എന്ന് നാം പഠിക്കണം. മനസ്സ് റിലാക്സ്ഡ് ആയാൽ ജോലി വളരെ റിലാക്സ്ഡായി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. മനസ്സ് ടെൻഷനും സ്ട്രെസ്സും നിറഞ്ഞതായാൽ ചെറിയ ജോലിയാണെങ്കിൽ പോലും അത് ഭാരമുള്ളതുപോലെ തോന്നും. ത്രൂ മൈൻഡ് എലോൺ വി ക്യാൻ വർക്ക്. മനസ്സിലൂടെ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലൂടെയാണ് നാം വർക്ക് ചെയ്യുന്നത്, അത് മറക്കരുത്. ആ മനസ്സെങ്ങനെയാണോ അങ്ങനെയാണ് ജോലി, മനസ്സെങ്ങനെയാണോ അങ്ങനെയാണ് ജീവിതം. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിനെ കെയർ ചെയ്യാൻ പഠിക്കാത്തിടത്തോളം കാലം ജോലിയും ജീവിതവും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ആദ്യം നമ്മൾ അറിയേണ്ടത് മനസ്സിലൂടെയാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം നമ്മളെ ഗ്ലാസ് വെച്ചിട്ടുള്ള ആളുകൾക്ക്, സ്പെക്സ് വെച്ച ആളുകൾക്ക് സ്പെക്സിലൂടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം അവരുടെ കാഴ്ചയിലുള്ള കുറവുകൊണ്ട് ആ കണ്ണടയുടെ മുകളിലുള്ള ചളിയും അഴുക്കും പൊടിയും ഒക്കെ നിറഞ്ഞ് അങ്ങനെയുള്ള കണ്ണടയുടെ ഉള്ളിൽ കൂടെ എങ്ങനെ കാണാൻ പറ്റും? അപ്പം അത് ഡെയിലി താനേ കണ്ണടയാണ് ഉപയോഗിക്കുന്നത്, തനിക്ക് കണ്ണടയിലൂടെ കാണാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ആ കണ്ണട ക്ലീൻ ചെയ്ത് വെച്ചാലേ കാണാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി കണ്ണട ക്ലീൻ ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്നത് പോലെ ഇപ്പോൾ ഒരു വാഹനം ഓടിക്കുന്ന, കാർ ഓടിക്കുന്ന ഒരാൾക്കറിയാം ആ ഗ്ലാസ്സിലൂടെ മാത്രമേ പുറത്തുള്ള കാഴ്ച കാണാൻ പറ്റുള്ളൂ. അപ്പം ആദ്യം തന്നെ ചെയ്യുന്നത് ഗ്ലാസ് തുടക്കലാണ്. അതിന് അത് അഴുക്ക് പിടിച്ചാകെ പൊടി പിടിച്ചു കഴിഞ്ഞാൽ അതിലൂടെ കാണാൻ പറ്റില്ല. രാത്രി കാലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പ്രത്യേകിച്ച് ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് ഗ്ലാസ്സിൽ കയറി മിസ്റ്റ് പിടിക്കും. അപ്പോൾ എല്ലാം മങ്ങിയതുപോലെ തോന്നും. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സ്വയം അനുഭവം ഉള്ളതുപോലെ ഇവിടെ മനസ്സെന്ന കണ്ണാടി തുടച്ച് വൃത്തിയാക്കാത്തിടത്തോളം കാലം ജീവിതത്തെയും നമ്മുടെ പ്രവൃത്തികളെയും ഭംഗിയാക്കാൻ പറ്റില്ല. ഈ മനസ്സിനെ തുടയ്ക്കുക എന്ന് പറഞ്ഞാൽ
മനസ്സിനെ സ്വസ്ഥമാക്കുക, കെട്ടടക്കുക. അതിൻ്റെ രഹസ്യമാണ് കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടു. 3-ാം അധ്യായത്തിലെ 17-ാം ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ വിസ്തരിക്കുന്നത്. ആ ശ്ലോകം ഒന്നുകൂടി നമുക്ക് നോക്കാം. യസ്ത്വാത്മരതിരേവ സ്യാൽ ആത്മതൃപ്തശ്ച മാനവാം ആത്മന്യേവാത്മനാ തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. യസ്തു ആത്മരതി, ആർക്കാണോ ആത്മരതി, ആദ്യം ഭഗവാൻ കൃഷ്ണൻ ഉപയോഗിച്ച വാക്ക് ആത്മരതി എന്നാണ്. ആത്മരതി എന്ന വാക്കിന്റെ അർത്ഥം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, തന്നിൽ തന്നെ രമിക്കാനുള്ള കഴിവ്. അതായത് സത്ചിന്തകളിൽ, സദ്വിചാരങ്ങളിൽ നാമമോ പ്രണവമന്ത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മനസ്സിനെ ലയിപ്പിച്ചു നിർത്താനുള്ള, അലിയിപ്പിക്കാനുള്ളൊരു കഴിവ്. അതെന്തിനാ ലയിപ്പിക്കുന്നത്? ലയിക്കുമ്പോഴാണ് മനസ്സ് ശാന്തമാവുന്നത്, സ്വസ്ഥമാവുന്നത്, കെട്ടടങ്ങുന്നത്, റിലാക്സ് ചെയ്യുന്നത്. മനസ്സ് റിലാക്സ്ഡ് ആകുമ്പോൾ ശരീരവും റിലാക്സ്ഡായി. മനസ്സ് റിലാക്സ് ചെയ്യും തോറും മനസ്സിൻ്റെ ഏകാഗ്രത കൂടും. മനസ്സിനൊരു കാര്യം ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും കൂടും. ഒരു ഒക്യുപ്പൈഡ് മൈൻഡ്, അതായത് റെസ്റ്റ്ലെസ് മൈൻഡിന് ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യം ഭംഗിയായി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർക്ക് വർക്ക് ലോഡ്. കാരണം അവരെ സംബന്ധിച്ച് പറയുന്ന സമയത്തിനുള്ളിൽ തീർക്കാൻ അവരുടെ മൈൻഡിന് പറ്റുന്നില്ല. അവരുടെ മൈൻഡ് എപ്പോഴേക്കും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോവുകയാണ്. വളരെ റെസ്റ്റ്ലെസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഒരിക്കലും ഒരു വർക്ക് ലോഡ് ഫീൽ ചെയ്യാതിരിക്കണമെങ്കിൽ വർക്ക് ലോഡ് കുറയ്ക്കാൻ പറ്റില്ല. കാരണം പുറത്തുനിന്ന് വർക്ക് ലോഡ് കൂടി വരും. കാരണം ദാറ്റ് ഈസ് ദ വേൾഡ് വി ആർ ലിവിങ്. പണ്ട് പോലീസുകാരെ സംബന്ധിച്ച് വളരെ സുഖമായിരുന്നു. അവർക്ക് എന്തെങ്കിലും ക്രിമിനൽ കുറ്റങ്ങൾ വരുമ്പോൾ മാത്രം വണ്ടി എടുത്ത് പോയി അന്വേഷിച്ചാൽ മതി. ഇന്ന് നോക്കൂ, ഈ കോവിഡിൻ്റെയൊക്കെ കാലത്ത്, ലോക്ക്ഡൗൺ കാലത്തൊക്കെ പോലീസുകാർക്ക് റോട്ടിൽ നിൽക്കണം, ഉദ്യോഗസ്ഥന്മാർക്ക് പോലും പോയി റോട്ടിൽ നിൽക്കണം. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, ആഹാരം എത്തിക്കേണ്ടടുത്ത് ആഹാരം എത്തിച്ചോ നോക്കണം, ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചോ, ഒരുപാട് കാര്യങ്ങൾ. അവർ പറഞ്ഞു ഞങ്ങൾക്ക് വർക്ക് ലോഡാ. എന്താ വർക്ക് ലോഡ്? മുമ്പ് ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, ജനങ്ങളുടെ ക്ഷേമം നോക്കണം, സുരക്ഷിതത്വം നോക്കണം, മൊത്തം സുരക്ഷിതത്വം നോക്കണം, സെക്യൂരിറ്റി നോക്കണം, പ്രൊട്ടക്ഷൻ നോക്കണം, അതിൻ്റെ ഇടയ്ക്ക് മന്ത്രിമാർ ഇവരെയൊക്കെ കാര്യങ്ങൾ നോക്കണം. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഒന്നിച്ചു തലയ്ക്ക് കയറുമ്പം അവർ പറഞ്ഞു ഞങ്ങൾക്ക് വട്ട് പിടിക്കണം, ഭ്രാന്ത് പിടിക്കണം. അപ്പം ഇത്രയും ലോഡ് അവരെടുത്ത് ശീലിച്ചിട്ടില്ല. ഇവിടെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക, മനസ്സിന് അമിതമായ ഭാരമെടുക്കുമ്പോൾ അത് അസ്വസ്ഥ. അതുകൊണ്ടാണ് ഇന്ന് പോലീസുകാരുടെ ഇടയിൽ സൂയിസൈഡ് വരുന്നത്. ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്റ്റേഷനിൽ തൂങ്ങി മരിക്കുന്ന ഒരു കാലമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ലോഡ് താങ്ങാൻ പറ്റുന്നില്ല. അപ്പം ഇവിടെയൊക്കെയാണ് നമ്മൾ ആ പട്ടാളക്കാരെ ശരിക്കും നമിക്കേണ്ടത്. കാരണം ശരീരത്തിൽ എത്ര തോക്കുകളാണ് തൂക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറയുന്ന ബോർഡറിലിരിക്കുന്ന, പാകിസ്ഥാൻ ബോർഡറിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന പട്ടാളക്കാരുടെ കയ്യിൽ 1-2 തോക്കുകൾ, പിന്നെ കുടിക്കാനുള്ള വെള്ളം, കഴിക്കാനുള്ള ആഹാരം, ഇതെല്ലാം ആ ശരീരത്തിലുള്ള എന്താ പറയുക, ഡ്രസ്സിൻ്റെ മുകളിലുള്ള ഡ്രസ്സിൽ തന്നെ കുറേ പോക്കറ്റുകളുണ്ട്. അപ്പം അതിൻ്റെ പോരാത്തതിന് ഇവർ ധരിച്ചിരിക്കുന്ന ബാഗുകൾ, ഇങ്ങനെ ഇവർക്ക് ഏത് സമയത്താണ്, എപ്പോഴാണ്, എങ്ങനെ എന്തൊക്കെയാണ് വേണ്ടതെന്നറിയില്ല. കാരണം ഇതൊക്കെ അവർക്ക് കൊടുത്തു വെച്ചിരിക്കുകയാണ്. വീട്ടിൽ പോയിട്ട് കഴിച്ചുറങ്ങാനൊന്നും പറ്റില്ല. ഏത് സമയത്ത് വേണമെങ്കിലും അക്രമം വരാം. അടുത്ത നിമിഷം ജീവൻ തന്നെ ഉണ്ടാകുമോ എന്നറിയില്ല. ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന, കാരണം ഉള്ളിൽ തീവ്രവാദികൾ, പുറത്ത് പാകിസ്ഥാൻ പടയാളികൾ, ഈ രണ്ടിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരവസ്ഥ. ചെകുത്താനും കടലിൽ നിൽക്കുന്നു പറയില്ലേ എന്ന് പറഞ്ഞ പോലെ. അപ്പം അവരൊക്കെ എടുക്കുന്ന ടെൻഷൻ എന്നാലോചിച്ചു. എന്നാലും അവർ വളരെ റിലാക്സ്ഡ് ആണ്. കാരണം അവർ നല്ല പാട്ടും കേട്ടിട്ട് കാരണം അവർക്കറിയാം നിമിഷങ്ങൾ എണ്ണപ്പെട്ട ജീവിതമാണ്, ഭാഗ്യം മാത്രമേ ഉള്ളൂ, ദൈവാധീനം മാത്രമേ ഉള്ളൂ. അവർ നല്ല ഭക്തിഗാനമൊക്കെ കേട്ടിട്ട് വളരെ സ്വസ്ഥമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കും. അപ്പോൾ ഇന്ന് പറഞ്ഞ പോലെ ഇവിടെ ആത്മരതി ഡെവലപ്പ് ചെയ്യണം. മനസ്സിനെ കെട്ടടക്കാൻ ശീലിക്കണം, മനസ്സിനെ ശബ്ദമാക്കാൻ ശീലിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടു, ഓംകാരമന്ത്രം ഡെയിലി ചൊല്ലു. നിങ്ങൾ ഓം പരിശീലിക്കുക. ഒരു 10-11 പ്രാവശ്യം ശീലിച്ച് അതിലങ്ങനെ മനസ്സിനെ ഏകാഗ്രമാക്കി അതിലങ്ങനെ ലയിപ്പിക്കാൻ പരിശീലിക്കുക. അങ്ങനെ ശീലം കൊണ്ട് ശാന്തമായ മനസ്സ് വേണം കർമ്മരംഗത്ത് വന്ന് തൃപ്തിയോടെ ചെയ്യാൻ. തൃപ്തിയോടെ ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ കാര്യം നമ്മൾ ഭംഗിയാക്കി എന്നൊരു തൃപ്തി, ഒരു കൃതാർത്ഥത വരണം. ആത്മതൃപ്തശമാനവ, ഏൽപ്പിച്ചത് ഭംഗിയായി നമുക്ക് തന്നെ ഒരു തൃപ്തി വരും. ഓ, ഞാനത് ഫിനിഷ് ചെയ്തു എന്ന്.
ആ ഫിനിഷ് ചെയ്തു എന്നുള്ളൊരു കൃതാർത്ഥ. മറ്റത് എങ്ങനെയോ ഫിനിഷ് ചെയ്തു. എനിക്കറിയാം ഞാനത് ഭംഗിയായിട്ടല്ല ചെയ്തതെന്ന്. ചില കുട്ടികൾ പരീക്ഷ എഴുതി വരുമ്പോണ്ടല്ലോ എല്ലാം ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ളത്. ആ മനസ്സ് വളരെ റിലാക്സ്ഡ് ആയിരുന്നു, സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് എല്ലാ ചോദ്യത്തിനെയും അറ്റൻഡ് ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു ഞാൻ നല്ല പോലെ ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ടെന്ന്. ചില ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞാൽ ചിലരുടെ മുഖത്തൊരു സാറ്റിസ്ഫാക്ഷൻ വരും, ഓ ഞാൻ ഭംഗിയായിട്ട് ഉത്തരം കൊടുത്തു എന്ന്. ചിലവർക്ക് തന്നെ ഉള്ളിൽ ഭയങ്കര കുറ്റബോധമാണ്, ആരും ഒന്നും ശരിയായിട്ടില്ല എന്നുള്ളൊരു തോന്നൽ. മനസ്സ് മുഴുവൻ വെപ്രാളമായിരുന്നു, മനസ്സ് ചഞ്ചലമായിരുന്നു. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുക? അത് പരീക്ഷയാവട്ടെ, ഇൻ്റർവ്യൂ ആവട്ടെ, ജോലി ആവട്ടെ. അപ്പം ഇതൊക്കെ മനസ്സിനെ ആശ്രയിച്ചിരിക്കുകയാണ്. ഇനി മൂന്നാമത്തതാണ്, ചെയ്യുന്നതിൽ തൃപ്തിയുള്ളവർക്ക് മാത്രമേ ആത്മസന്തുഷ്ട, മറ്റുള്ളവർക്ക് സുഖം സന്തോഷം പകരാൻ സാധിക്കുള്ളൂ. അപ്പം താൻ ചെയ്യുന്നത് ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് മറ്റുള്ളവർക്കും സന്തോഷവും സുഖവും പകരാൻ സാധിക്കുള്ളൂ. നിങ്ങൾ വളരെ പറയും ഇന്ന് നമ്മളൊക്കെ സാധാരണ പാടുന്നതാണ്, ലോകം മുഴുവൻ സുഖം പകരാൻ സ്നേഹദീപമേ മിഴി തുറക്കൂന്ന്. പാടാൻ എന്ത് ഭംഗിയുള്ള വരികളാണ്. പക്ഷെ ഈ വരികൾക്ക് വല്ല അർത്ഥമുണ്ടോ? ഈ ലോകം മുഴുവൻ സുഖം പകരുക, സത്യത്തിൽ മനുഷ്യൻ ആ തരത്തിലുള്ള നിസ്വാർത്ഥതയിൽ